റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവരുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മനസ്സാക്ഷിക്കുത്തു നിമിത്തം ഭയപരവശരാകരുത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ സകല മനുഷ്യർക്കും ദൈവം മനസ്സാക്ഷിയെ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയാണ് ഒരു മനുഷ്യനിൽ നീതിബോധവും സദാചാരവും കാത്തുസൂക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് കൂടെയാണ് മനസ്സാക്ഷി. പ്രാകൃത മനുഷ്യരിലും ജഡിക മനുഷ്യരിലും ആത്മിക മനുഷ്യനിലും മനസ്സാക്ഷി പ്രവർത്തിക്കുന്നുണ്ട്. പ്രാകൃത മനുഷ്യനിൽ മനസ്സാക്ഷി കെട്ടുപോയിട്ടില്ലെങ്കിലും പാപത്താൽ മങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവപൈതലിൽ മനസ്സാക്ഷി ദൈവവചനത്താൽ പ്രകാശിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ ഊർജ്ജസ്വലമാക്കപ്പെട്ടതുമാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യനിലും മനസ്സാക്ഷിയുണ്ട്, എന്നാൽ മങ്ങിക്കിടക്കുകയാണ്. എഴുതപ്പെട്ട ഒരു ന്യായപ്രമാണം അവർക്കില്ലെങ്കിലും ആന്തരികമായ ഒരു ന്യായപ്രമാണം, അഖിലിതമായ ഒരു പ്രമാണം ഉണ്ട്. നല്ലത് ചെയ്യുമ്പോൾ ആശ്വാസം കൊള്ളുകയും തീയത് ചെയ്യുമ്പോൾ വേദനപ്പെടുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് മനസ്സാക്ഷി. ഹൃദയത്തിൽ എഴുതപ്പെട്ട ന്യായപ്രമാണവും മനസ്സാക്ഷിയും അവരുടെ വിചാരങ്ങളെ കുറ്റം ചുമത്തുകയോ അവരോട് പ്രതിവാദിക്കുകയോ ചെയ്യുന്നുമുണ്ട്. പ്രിയരെ, മനസ്സാക്ഷിയുടെ ആലോചന സ്വീകരിക്കാതെ ഇരിക്കുന്ന, അത് തള്ളിക്കളയുന്ന മനുഷ്യൻ ദൈവവ്യവസ്ഥയെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം. അത് ഒരു ഭിക്ഷാടകനായാലും രാജാവായാലും മനഃപൂർവ്വം മനസ്സാക്ഷിയെ ധിക്കരിക്കുന്നുവെങ്കിൽ താൻ തനിക്ക് തന്നെ തൻ്റെ ഉള്ളിൽ അരിഷ്ടത സൃഷ്ടിക്കുകയാണ്. ആ അരിഷ്ടത പ്രഭുക്കന്മാരിലും രാജാക്കന്മാരിലും ഏതു സാധാരണക്കാരനിലും ഏത് ഉന്നത അധികാരികളിലും ഭയവും വിറയലും ഉളവാക്കുന്നു. അത് അവരുടെ സ്വസ്ഥതയെയും സമാധാനത്തെയും കെടുത്തിക്കളയുകയും ചെയ്യുന്നുണ്ട്. അതാണ് വചനം പറയുന്നത്. അവരുടെ മനസ്സാക്ഷിയും സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഇപ്രകാരമുള്ള ഭയവും വിറയലും ബാധിച്ച 2 വ്യക്തികളായിരുന്നു ഹെരോദാവും ഫേലിക്സും. ഹെരോദ രാജാവ് യേശുവിനെക്കുറിച്ചുള്ള കീർത്തി കേട്ട് തൻ്റെ പ്രവാചകന്മാരോട്, ഈ മനുഷ്യൻ യോഹന്നാൻ സ്നാപകൻ തന്നെ, യോഹന്നാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹെരോദാവ് ചെയ്തു വന്ന അകൃത്യങ്ങളെക്കുറിച്ച് തൻ്റെ മുൻപിൽ തന്നെ സധൈര്യം വിളിച്ചു പറഞ്ഞ് ശകാരിച്ച യോഹന്നാൻ സ്നാപകന്റെ തലയെ തൻ്റെ വെപ്പാട്ടിയായ ദുഷ്ടസ്ത്രീ ഒരുക്കിയ ആ കുതന്ത്രത്തിനാൽ വെട്ടിമാറ്റി ക്രൂരമായ വധശിക്ഷ നിറവേറ്റി. എന്നാൽ തുടർന്ന് മനസ്സാക്ഷി തന്നെ കുറ്റം ചുമത്തുകയും തന്നോട് പ്രതിവാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിനാലാകും സ്വസ്ഥത നഷ്ടപ്പെട്ടവനായ ഹെരോദാവ് ഭയവും ആകുലതകളും നിറഞ്ഞവനായി. യേശുക്രിസ്തുവിനെക്കുറിച്ച് ആ മനുഷ്യൻ യോഹന്നാൻ സ്നാപകൻ തന്നെ, യോഹന്നാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് എന്ന് പരിഭ്രമത്തോടെ വിളിച്ചു പറഞ്ഞത്. താൻ ദൈവത്തിൻ്റെ അഭിഷക്തനോട് ചെയ്ത കൊടും ക്രൂര കൃത്യത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന ആ ഓർമ്മപ്പെടുത്തലുകൾ തന്നെ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. അവൻ്റെ മനസ്സാക്ഷി നിരന്തരം നീറിപ്പുകഞ്ഞുകൊണ്ടാണിരുന്നത്. തന്നോടുള്ള ദൈവിക ആലോചനകൾ യോഹന്നാനിലൂടെ ലഭിച്ചതൊക്കെ താൻ തിരസ്കരിക്കുകയും അന്യായമായി താൻ അവകാശമാക്കിയ സ്ത്രീയുടെയും മകളുടെയും സംതൃപ്തിക്കു വേണ്ടി യോഹന്നാൻ സ്നാപകന് നൽകിയത് ഹീനമായ ശിക്ഷയായിരുന്നു എന്നും അതിന് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസം തൻ്റെ മുൻപിൽ വരുമെന്നും തൻ്റെ മനസ്സാക്ഷി തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഹെരോദാവിൻ്റെ മനസ്സാക്ഷി തന്നെ തൻ്റെ പീഡകനായി തീർന്നു എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം ഫേലിക്സിനെ ഭയപരവശനാക്കി മാറ്റി എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും.
അതിങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. താനും പൗലോസിൽ കൂടി ദൈവം തന്നോടറിയിച്ച ദൂത് കൈക്കൊള്ളാതെ പൗലോസിനെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഫേലിക്സിന്റെ അസ്വസ്ഥമായ മനസ്സിനെ സ്വാധീനമാക്കുവാനുള്ള എളുപ്പ വഴി പൗലോസിനെ ഒടുക്കിക്കളയുക, പൗലോസിന്റെ തലയറുക്കുക എന്നാണ് ഫേലിക്സ് കരുതിയിരുന്നത്. ഇങ്ങനെയുള്ളവർ തങ്ങളുടെ മനസ്സാക്ഷിയെ വീണ്ടും വീണ്ടും തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുവാൻ, അവരെ തന്നെ കുറ്റം വിധിക്കുവാൻ തക്കവണ്ണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നല്ലേ ഈ രണ്ട് വ്യക്തികളിൽ കൂടിയും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നത്. പ്രിയരെ, അഭക്തരായ ചിന്താശൂന്യരായ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തങ്ങളുടെ മനസ്സാക്ഷിക്കെതിരായി പാപം ചെയ്യാതെ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. കൂടപ്പിറപ്പുകളെ, നമ്മുടെ മനസ്സാക്ഷി കളങ്കപ്പെട്ടാൽ ജീവിതകാലത്ത് സ്വസ്ഥമായി കഴിയാമെന്ന് വിചാരിക്കരുത്. കുറ്റമറ്റൊരു മനസ്സാക്ഷി എപ്പോഴും സൂക്ഷിക്കുന്നവരായിരിക്കുമെങ്കിൽ ജീവിതം എപ്പോഴും സമാധാനവും സ്വസ്ഥതയുമുള്ളതായിരിക്കും. ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് നൽകി തരുന്നവരോട് വെറുപ്പ്, നിസ്സഹകരണം എന്നിവ പ്രകടമാക്കരുത്. ആ ദൈവാലോചന തരുന്നത് നാശത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടുവാനും നന്മകൾ നമുക്ക് മുടക്കപ്പെടാതിരിക്കുവാനും നമുക്ക് ദൈവപ്രസാദം ലഭിക്കേണ്ടതിനുള്ള കാൽച്ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാനും വേണ്ടിയുള്ളതാണ്. ആകയാൽ പ്രിയരെ, മനസ്സാക്ഷി നമ്മെ കുറ്റപ്പെടുത്താത്ത നിലയിലും നമുക്കെതിരായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടാത്ത നിലയിലും നമ്മുടെ മനസ്സാക്ഷി നമുക്ക് അനുകൂലമായി തന്നെ നിൽക്കത്തക്ക നിലയിലും നാം ദൈനംദിനം ജീവിക്കുവാൻ, ആരാധിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ശ്രമിക്കുക. അതിന് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി, സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മനസ്സാക്ഷി ഏറ്റവും അധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാൻ, ഞങ്ങളുടെ മനസ്സാക്ഷി കളങ്കമാകാതെ, മനസ്സാക്ഷി ഞങ്ങളെ വഞ്ചിക്കാതെ, മനസ്സാക്ഷി നിർജീവമായി പോകാതെ, മനസ്സാക്ഷി മരവിച്ചു പോകാതെ, മനസ്സാക്ഷി ശുദ്ധ മനസ്സാക്ഷിയായി സൂക്ഷിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് പകലിലും മനസ്സാക്ഷിയെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്നിൻ്റെ ആവശ്യങ്ങൾ പ്രാപിച്ച് അനുഭവിച്ച് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന, സമർപ്പിക്കുന്ന, വചനം കേൾക്കുന്ന, ധ്യാനിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവെ, മാനിച്ചാതിരിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കൂടപ്പിറപ്പുകളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.